ചെയ്യുന്നത് എഫേസ്യ ലേഖനം 4:11. ഞാൻ വായിക്കാം. അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകരും മറ്റും ആകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. മിനിസ്ട്രീസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 6 മിനിസ്ട്രീസ്. ഈ മിനിസ്ട്രിയോടൊപ്പം 24 കമ്മീഷൻസ് നമുക്കുണ്ട്. 24 കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ മിനിസ്ട്രിയെ ശക്തമാക്കുന്നത്. ഈ മിനിസ്ട്രിയെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ 12 ലത്തീൻ രൂപതകളിലെ ബിഷപ്പുമാരാണ്. നമ്മുടെ തക്കത്തേരി പിതാവ് ഇതിനകത്ത് 3 മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിൻ പിതാവ് ഇതിനകത്ത് 1 മിനിസ്ട്രി കൈകാര്യം ചെയ്യും, ചെയർമാനാണ്. അപ്പോൾ നമ്മുടെ രൂപതയിൽ നിന്ന് തന്നെ 4 മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രൂപതയാണ്. അപ്പം അതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പം നമ്മുടെ 2 പിതാക്കന്മാരോടൊപ്പം ഇവിടെ മുണ്ടക്കയമാണ് നമുക്കറിയാം. ഈ ഫറോനായുടെ ശക്തന്മാരായ നിങ്ങളിലൂടെ വലിയൊരു മുന്നേറ്റം തന്നെ കേരള സഭയ്ക്ക് നൽകേണ്ടതായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിലേക്ക് കിടക്കാം. നമുക്കറിയാം, അജപാലന ശുശ്രൂഷാ സമിതിയാണ് ആദ്യത്തെ. പാസ്റ്ററൽ മിനിസ്ട്രി എന്ന് പറയും. നമ്മൾ ബുക്ക്ലെറ്റിലുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറിക്കുന്നത് നല്ലതായിരിക്കും. ഈ മിനിസ്ട്രിയും അതിൻ്റെ സബും നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ എളുപ്പമാണ് പിന്നീട് നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ഈ അജപാലന ശുശ്രൂഷാ സമിതി ഇത് ഒന്നാമതായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, അജപാലനം പാസ്റ്ററൽ എന്ന് പറയുന്നത് നമ്മുടെ നാഡീ നരമ്പാണ്. ഈ 6 മിനിസ്ട്രിയുടെ നാഡീ നരമ്പ് പാസ്റ്ററൽ മിനിസ്ട്രിയാണ്. നമുക്ക് ആദ്യം മിനിസ്ട്രിയെ പറ്റി ഒന്ന് അവലോകനം ചെയ്യാം. രണ്ടാമതായിട്ടുള്ള മിനിസ്ട്രി, പാസ്റ്റർ മിനിസ്ട്രി, രണ്ടാമത്തെ മിനിസ്ട്രിയാണെന്ത്? കുടുംബ പ്രേക്ഷിത ശുശ്രൂഷാ സമിതി, ഫാമിലി മിനിസ്ട്രി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തെ പറ്റിയാണ്